രൂക്ഷമായ സൈബർ ആക്രമണത്തിൽ എന്തൊക്കെ തെളിവുകൾ MLA അന്വേഷണ സംഘത്തിന് കൈമാറിയേക്കും? അന്വേഷണ സംഘത്തിന്റെ പ്ലാനിങ് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമാണല്ലോ ഷൈൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പരാതി നൽകുന്നത് KJ ഷൈനാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KN ഉണ്ണികൃഷ്ണൻ MLAയും ഇത്തരത്തിൽ ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക സംഘത്തെ തന്നെ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത്. മുനമ്പം DYSPയുടെ നേതൃത്വത്തിലുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഒറ്റ കേസാക്കിക്കൊണ്ട് ഇവരിൽ നിന്ന് മൊഴിയെടുക്കാൻ ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും KN ഉണ്ണികൃഷ്ണൻ MLA ഇപ്പോൾ മുനമ്പം DYSPയുടെ ഓഫീസിലെത്തി തനിക്ക് നേരിട്ട സൈബർ ആക്രമണത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കും. അദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇത് തനിക്കെതിരെ ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ, അതായത് പറവൂരിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കമെന്നാണ് പറഞ്ഞത്. അതിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളും മറ്റുമൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ കൃത്യമായ രീതിയിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ MLAയുടെ പക്കലുണ്ട്. അത് പോലീസിന് മുമ്പാകെ കൈമാറും. അതോടൊപ്പം തന്നെ പോലീസ് ഇത് സംബന്ധിച്ച് നിലവിൽ ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മെറ്റയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടുതൽ അവിടെ നിന്നും കൂടി ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ 2 പേരുടെ പേരുകളാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഈ MLA തന്നെ വ്യക്തമാക്കുന്നുണ്ട് KM ഷാജഹാനാണ് ഇതിൽ രൂക്ഷമായി തൻ്റെ പേര് ഒരു മാധ്യമത്തിലൂടെ പറഞ്ഞ് അത് കൂടുതൽ വഷളാക്കിയതും പിന്നീടത് കോൺഗ്രസിൻ്റെ സൈബർ ആളുകൾ ഇത് ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ അതിനെയൊക്കെ എതിർക്കാൻ പോലും VD സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വമോ ഇവരെ നിരുത്സാഹപ്പെടുത്താൻ പോലും തയ്യാറായിട്ടില്ല എന്ന ഒരു ആക്ഷേപം കൂടി KN ഉണ്ണികൃഷ്ണൻ പങ്കുവെക്കുകയും ചെയ്തു. അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ച് മൊഴിയെടുപ്പ് തുടങ്ങിയിട്ടുള്ളത്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് മൊഴിയെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.